ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കുറച്ച് സീരിയസ് മൂഡിലുള്ള വിഷയങ്ങളായിരുന്നു റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സ്ട്രെസ് കുറച്ച് നേരത്തേക്കെങ്കിലും ഒന്ന് റിലീഫ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ആൻഡ് എനിക്ക് ഇഷ്ടമുള്ളതും ഇത്തരം വിഷയങ്ങളൊക്കെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാര്യം എനിക്കൊരു എന്റർടൈനർ ആവാനാണ് സുഹൃത്തുക്കളെ എനിക്ക് താല്പര്യം കൂടുതൽ. അപ്പോൾ നമ്മളോട് സംസാരിക്കുന്ന മറ്റാരെ പറ്റിയിട്ടല്ല, പൂജ അമൽ. അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവരാരാണെന്നുള്ളത് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തി തരാം. ഈ ഇടക്കാലത്താണെങ്കിൽ ഇടയ്ക്കൊന്ന് കയറി വൈറലായിട്ടുള്ള രണ്ട് ടീംസാണ് ഇവര്. മറ്റൊന്നിന്റെ പേരിലല്ല, ടിക്ടോക്ക് ബാൻ ആയതിനു ശേഷം കാലഹരണപ്പെട്ട് പോയിരുന്ന ഒരു കലാരൂപമായിരുന്നു എള്ളോളംതരി കല്യാണം. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബാലവിവാഹം. അപ്പം ആ ഒരു കലാരൂപത്തെ ഇത്രയും നാളുകൾക്ക് ശേഷം വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്ന രണ്ട് വ്യക്തികളായിരുന്നു ഇവർ രണ്ടുപേരും. അപ്പം കുറച്ച് നാളുകൾക്ക് മുന്നേ ആയിരുന്നു ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്ന് നമ്മളത് റിയാക്ട് ചെയ്തിട്ടുള്ളതാണ് ആ ഒരു വീഡിയോ ഒക്കെ. അപ്പം +1 പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. കുട്ടി +1 കഴിഞ്ഞതും നേരെ ഇവന്റെ കൂടെ ഒളിച്ചോടി പോകാൻ ചെയ്തിട്ടുള്ളത് അച്ഛനും അമ്മയൊക്കെ ഉപേക്ഷിച്ചിട്ട്. അതിനുശേഷം ഇവർ സെപ്പറേറ്റ് ആയിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ട്രെൻഡ് അങ്ങനെയാണല്ലോ, ഒളിച്ചോടുക പിന്നീട് ഒരു യൂട്യൂബ് ചാനൽ അങ്ങനെയാണല്ലോ. എന്തിനാണെങ്കിലും അത് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അത് അങ്ങനെ തന്നെ പോട്ടെ, അങ്ങനത്തെ ആ ഒരു നേട്ടങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവട്ടെ. ഇപ്പോൾ ഞാൻ അവരുടെ താഴെ വന്നിരിക്കുന്ന ഒരു വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന ഒരു കമന്റ് വായിക്കാം. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് വലിയ ഉയരങ്ങളിലെത്തിയാൽ നിങ്ങളെ കുറ്റം പറയുന്നവർ നിങ്ങളുടെ പിന്നാലെ വാലാട്ടി വരുന്ന ഒരു ദിവസം വരും. മണി മേക്സ് പവർ ഉള്ള കാര്യം തന്നെയാണ്. ഇനി നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കും. പക്ഷേ നമുക്ക് അതിനെപ്പറ്റിയിട്ടൊന്നല്ല നമ്മളിവിടെ സംസാരിക്കുന്നത്. നമുക്ക് കുറച്ചേരം സ്ട്രെസ് റിലീഫ് ആക്കിയാൽ മതി. എന്തിനാണെങ്കിലും ആദ്യം തന്നെ ഈ ഒരു കുട്ടീനെ, ഈ അമലെന്ന് പറയുന്ന പയ്യനാണെങ്കിൽ സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുന്ന കുറച്ച് വിഷ്വൽസ് ഉണ്ട്. ഹെൽമെറ്റ് പോലും വെക്കാതാണ് ബൈക്കിൽ കൊണ്ടുവിട്ടേക്കുന്നത്. സുഹൃത്തുക്കളെ, എന്താണെങ്കിലും ആ ഒരു വിഷ്വൽസ് നമുക്കൊന്ന് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഓക്കെ, ഹലോ ഗൈസ്. അങ്ങനെ ഞാൻ തിരിച്ച് വന്നു, കുളിച്ച് ഫ്രഷായി. ഞാൻ അവിടെ വരുന്നത് വരെ പോസ്റ്റ് ആയിരിക്കും. പിന്നെ നിങ്ങളൊക്കെ കാണിക്കുന്ന സപ്പോർട്ട് ഇനിയും വേണം. ഈ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പറയുമ്പോഴത്തേക്കിന് കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് ഇവരുടെ വീഡിയോസിനെ അല്ലെങ്കിൽ ഇവരുടെ ചാനലിനെ ഒന്നും അല്ല കേട്ടോ, ഇവർ ചെയ്തേക്കുന്ന പ്രവൃത്തിനെ. അതായത് ഈ ബാലവിവാഹത്തെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ചെയ്ത കാര്യത്തിൽ ഒരിക്കലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം ഈ ചെറിയ പ്രായത്തിൽ സ്കൂളിൽ +2 പോലും കഴിഞ്ഞിട്ടില്ല, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എന്തായാലും ആ ഒരു കുട്ടി വരാൻ വേണ്ടിയിട്ട്, സ്കൂളിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അച്ഛനെ പോലെ ആ ഒരു ഭർത്താവ് അവിടെ കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ തിരിച്ച് വന്നതിന് ശേഷം നല്ല വർത്താനം ആ കുട്ടി പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടോ? ഞാൻ ഇവിടുന്ന് പോയപ്പോ മറ്റേ ഡ്രസ് അവിടെ ഇട്ട് അത്രേ ഉള്ളൂ. ഞാൻ രാവിലെ പറഞ്ഞിട്ട് പോകുന്ന കാര്യം നീ എന്തുകൊണ്ട് വൃത്തിയാക്കുന്നു? ആ ചാർജ് ഇറക്കി ഒരു ഒറ്റ അടി അങ്ങോട്ട് കൊടുക്ക് ചോട്ടു. ഞങ്ങളെല്ലാവരും കണ്ടാണ് രാവിലെ തൊട്ട് ആളുകൾ അവിടെ പോസ്റ്റ് അടിച്ചിരിക്കുകയായിരുന്നു. ആ ഒരു കുട്ടീനെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് ആ കുട്ടീനെ കാത്തിരിക്കുകയായിരുന്നു അല്ലേ. ആ സമയത്തിനിടയ്ക്ക് അവിടെ പോസ്റ്റ് അടിച്ചിരുന്നപ്പോൾ പോലും ആ കട്ടിൽ മൊത്തം അലങ്കോലമാക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ്, അത്രയും ഫണ്ണായിട്ടൊക്കെയാണ് അവരുടെ ജീവിതമൊക്കെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിന് 2 ദിവസം മുന്നേ ആണെങ്കിൽ ഇവരൊരു മറ്റൊരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. ആ Q&Aനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കിനി അതുകൂടെ ഒന്ന് കേൾക്കാം. എന്റെ സ്കൂളിലെത്തിയപ്പം എല്ലാവരും എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ, അങ്ങനെ പ്രത്യേകിച്ച് ഇതിന് എന്റെ മാരേജിനെ കഴിഞ്ഞതിനെ പറ്റി വലുതായിട്ടൊന്നും ചോദിച്ചില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീച്ച് ആയി നിൽക്കുന്നതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ എല്ലാവരും ഫോളോ ആക്കണം, എല്ലാവരും ഫോളോ ചെയ്യുകയോ ചെയ്യും, ഇങ്ങനെ കുറെ റിക്വസ്റ്റ് ചെയ്തു. ക്ലാസ് ലെവലിലല്ല, അങ്ങനെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടെ വെച്ച് കണ്ടാലും കയ്യിൽ പിടിക്കുക, കെട്ടിപ്പിടിക്കുക ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അല്ലാതെ ഡീപ്പായിട്ട് എന്റെ പേഴ്സണൽ കാര്യത്തിലേക്ക് എന്തുകൊണ്ട് പെട്ടെന്ന് മാരേജ് കഴിച്ചു അങ്ങനൊന്നും ചോദിച്ചില്ല. പിന്നെ ഇവനെ തിരക്കിയെന്ന്, കുറച്ച് പിള്ളേർക്ക് ഇവനെ തിരക്കിയെന്ന് പറഞ്ഞു. ഓ മാൻ, ചെക്കന് ഫാൻസ് ഒക്കെ ആയി. ഫാൻസ് ഉള്ള ചെക്കനാ. എനിക്ക് വേണം ഫാൻസ് ഒക്കെ. അതിനു വേണ്ടി നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? നമ്മൾ നേരെ പോയി ഒരു കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കണമെങ്കിൽ ഇവരെ പോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിനെ വേണം കല്യാണം കഴിക്കാം. നിങ്ങൾക്കും ഫാൻസ് വേണ്ടേ? അങ്ങനെയെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ താഴ്ത്തി പിടിക്കാം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിനെ പോയിട്ട് നമുക്കങ്ങ് കല്യാണം കഴിക്കാം. പക്ഷേ അതിനാദ്യം LKGയിലെങ്കിലും നമുക്ക് പെണ്ണ് വേണ്ടേ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്കാർക്കും വോയിസ് ഇല്ല. ചെക്കന് ഫാൻസ് ഉണ്ട്, പെണ്ണും കിട്ടി, ചെക്കന് വോയിസ് ഉണ്ട്, ചെക്ക സംസാരിക്കട്ടെ. കുറെ പിള്ളേർ ചോദിച്ചു എന്നോട്, ഇങ്ങനെ ഞാനിങ്ങനെ വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഈ കൊച്ചു പിള്ളേർ, എനിക്കിപ്പോൾ തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ കൂടുതലും കൊച്ചു പിള്ളേരെ ഞാൻ വീഡിയോസ് ഒക്കെ കാണുന്നത്. കാരണം കൊച്ചു പിള്ളേർ എപ്പോഴും വന്നിങ്ങനെ എന്നോട് പറയും, ആ ചേച്ചി ഭയങ്കര ഫാനാണ്, ചേട്ടൻ വീഡിയോ കാണുന്നുണ്ട്, നിങ്ങളുടെ ഫോളോവറാണ്, ലൈക്ക് ചെയ്യുന്നത്, കമന്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഓരോന്ന് പറയും. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ വരുള്ളൂ. കൊച്ചു കുട്ടികളുടെ വീഡിയോസ് കൂടുതലും കാണുന്നത് കൊച്ചു കുട്ടികൾ തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഈ ഒരു ജീവിതം കണ്ടിട്ട് ഇവരെ ഇൻഫ്ലുവൻസ് ആയിട്ട് പറയുന്ന പോലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് പോയി ഒളിച്ചോടി പോയി കല്യാണം കഴിക്കണം എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഓക്കെ, എന്നാലും നമുക്കൊക്കെ പെണ്ണ് കിട്ടത്തുള്ളൂ. സ്കൂളിൽ നിന്നാണെങ്കിലും അറ്റ്ലീസ്റ്റ് LKG നിന്നാണെങ്കിൽ പോലും. ബാക്കി കൂടെ പറഞ്ഞോട്ടെ. പെട്ടെന്ന് കെട്ടിയെന്നോ അങ്ങനൊന്നും ചോദിച്ചില്ല. ടേസ്റ്റും കാര്യം അധികം ആരും തരയിടാൻ വന്നിട്ടില്ല. ടീച്ചേഴ്സും അങ്ങനെ തന്നെ ഒന്നിനെ പറ്റി ചെയ്തു. ഞാൻ അവിടെ പഠിക്കാൻ ചെന്നൊരു സ്റ്റുഡന്റ് ആണ്, പഠിക്കുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പഠിക്കുന്നു, വരുന്നു, അതേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? പിന്നെ ടീച്ചർമാർ നിങ്ങളുടെ മുന്നിൽ നിന്നല്ലേ ചർച്ച ചെയ്യുന്നത്.
സ്വാഭാവികമായിട്ടും ടീച്ചർമാരാണെങ്കിൽ എന്താണെങ്കിലും ഇതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യും. നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അല്ലാതെ ഇതൊക്കെ കണ്ടറിഞ്ഞേക്കുന്ന എല്ലാ ആൾക്കാരും ഇതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ടീച്ചർമാർ ഇതിനെ പറ്റിയിട്ട് ഒരു അക്ഷരം പോലും മിണ്ടാതിരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങളെ ആരോ പറഞ്ഞു പറ്റിക്കുന്നുണ്ട്. ചേച്ചിയുടെ സ്കൂൾ ഏതാ? സ്കൂൾ റിവീൽ ചെയ്യുന്നില്ല. സ്കൂൾ ഞങ്ങൾ പറയുന്നില്ല. റെപ്യൂട്ടേഷനെയാ? അല്ല, നമ്മുടെ ഭാഗത്തുനിന്നെങ്കിലും തെറ്റുകളോ പിഴവുകളോ ഒക്കെ സംഭവിക്കുമ്പോഴല്ലേ ഒരു റെപ്യൂട്ടേഷനെ ബാധിക്കുക എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ സംസാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ പറയാതെ പറയുകയാണോ നിങ്ങൾക്ക് പറ്റിയേക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എടുത്തേക്കുന്ന ഈ ഒരു തീരുമാനം തെറ്റിപ്പോയി എന്നതാണോ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ സ്കൂളിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ റെപ്യൂട്ടേഷന്റെ പ്രശ്നം തോന്നേണ്ട ആവശ്യമില്ലല്ലോ. മാരേജ് കഴിഞ്ഞതിൽ റിഗ്രറ്റ് ഉണ്ടായിട്ടുണ്ടോ? മാരേജ് കഴിഞ്ഞതിൽ എനിക്ക് ഒരു റിഗ്രറ്റും ഉണ്ടായിട്ടില്ല. ഞാൻ നന്നായിട്ട് ആലോചിച്ച് തന്നെ എടുത്ത ഡിസിഷനാണ് എന്റെ മാരേജ്. അതുകൊണ്ട് എനിക്ക് ഒരു റിഗ്രറ്റും തോന്നിയിട്ടില്ല. പിന്നെ എന്റെ ഇതിലും രണ്ടാമത്തെ ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പെട്ടെന്നാണ് ചെയ്തത്. അതെ, ഇവരുടെ അവസ്ഥ എന്താണെന്നറിയോ? അതായത് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കാണെങ്കിൽ ഈ കുട്ടീനെ +2 കഴിഞ്ഞ് പുറത്തോട്ട് വിട്ട് പഠിപ്പിക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ആ വീഡിയോ റിയാക്ട് ചെയ്തപ്പോൾ പറഞ്ഞാണ്. പക്ഷേ ആ ആഗ്രഹങ്ങളൊക്കെ ഭേദിച്ചുകൊണ്ട് അതാണ് ഇവരുടെ ഏറ്റവും വലിയ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആയിട്ട് ഈ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്ന് ഇന്റർവ്യൂവിനകത്തെ. അപ്പം ആ സിറ്റുവേഷനെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പെട്ടെന്ന് ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ നല്ല തീരുമാനം തന്നെ. എന്തുവാടെ ഇതൊക്കെ പറയേണ്ടത്? 1ാം ക്ലാസ്സിൽ നമ്മളെ കൊണ്ട് സ്കൂളിൽ ചേർക്കാൻ നേരം നമ്മൾ കരഞ്ഞു വാശി പിടിച്ച് അച്ഛനെയും അമ്മ എടുത്താണെങ്കിൽ എന്നെയും കൂടെ വീട്ടിൽ കൊണ്ടുപോകുന്നൊക്കെ നമ്മൾ പറയുമായിരുന്നു. ആ സമയത്ത് നമ്മുടെ സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ ഇപ്പോൾ ഒളിച്ചോടി പോകണോടെ. അറിയാൻ വലുതിരിക്കുക അതുപോലത്തെ ഒരു പരിപാടിയല്ലേ കുറച്ചുകൂടെ വളർന്നിട്ട് +1 ഇപ്പൊ ഇവർ ചെയ്തേക്കുന്നത്. ഇപ്പോഴത്തെ ലൈഫും മുൻപത്തെ ലൈഫും തമ്മിൽ എന്താണ് ഡിഫറൻസ്? മുമ്പത്തെ ലൈഫ് എന്ന് വെച്ചാ എന്താ പറയാ, ഞാനിങ്ങനെ പഠിത്തം എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കും. ഇവന്റെ ആരും പിന്നെ ഇങ്ങനെ കാണാൻ എടുക്കാൻ അവൻ ചെയ്യുന്നില്ലല്ലോ. അപ്പം അതിലോട്ട് വലിയ ഇത് നമ്മൾ ഇൻഫ്ലുവൻസ് അതിലോട്ട് അത് വലുതായിട്ട് കൊടുക്കത്തില്ല. ഞാനിങ്ങനെ പഠിച്ച് എന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കും. ഇതിന് ഇഷ്ടമാണ്, അതൊക്കെ ഓക്കെയാണ്. ഇഷ്ടമൊക്കെ ഞാൻ കൂടുതൽ പഠിത്തത്തിലൂടെ എന്നെ ശ്രദ്ധ കൊടുക്കും. ഇവൻ പിന്നെ ജോലിക്ക് പോകും, ഇവന്റേതായിട്ടുള്ള കാര്യങ്ങൾ. അതിനായിട്ട് ഉത്തരവാദിത്തം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പൊ പിന്നെ കെട്ടിയതിന് ശേഷം ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിക്കുണ്ട്. എങ്ങനെ കൂടാതിരിക്കും? നേരത്തെ ഒന്നും അറിയണ്ടായിരുന്നു. വീട്ടുകാരാണെങ്കിൽ കുട്ടിയെ പഠിപ്പിക്കുന്നു, ചെലവിന് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു, ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ പൊക്കോണ്ടിരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഈ ഒരു പയ്യൻ്റെ അടുത്ത് ഇഷ്ടവും ഉണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ഇവർക്ക് +2 വരെയെങ്കിലും വെയിറ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ അവർ വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. സിറ്റുവേഷൻ +2 കഴിഞ്ഞ് എനിക്ക് നല്ല വിദ്യാഭ്യാസം എൻ്റെ വീട്ടുകാർ തരും, എനിക്കത് വേണ്ട, ആ സിറ്റുവേഷൻ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് എടുത്തേക്കുന്ന ഒരു തീരുമാനമായിരുന്നു ഇത്. അപ്പം മുന്നേ ഈ പറയുന്ന സീരിയസ്നെസ്സോ ഉത്തരവാദിത്തങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കണമല്ലോ, ഉത്തരവാദിത്തം കൂടുകടേ. ശരിക്കും പ്രശ്നമാണ്. എന്റെ അമ്മ എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. എന്റെ വീട്ടുകാരായിട്ട് ഞാൻ ഒരു കോണ്ടാക്റ്റും ഇല്ല. വിളിക്കത്ത് കൊടുക്കത്തോ അങ്ങനൊന്നുമില്ല. എങ്ങനെ കോണ്ടാക്ട് ചെയ്യും? കാര്യം അത്രയും അഭിമാനകരമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്തേക്കുന്നത്. അത്രയ്ക്കും ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, പുറത്തോട്ട് പഠിക്കാൻ വേണ്ടി ഈ സിറ്റുവേഷൻ ആയിരുന്നു അവർക്ക് ഇത്ര വലിയ പ്രശ്നമായിട്ട് ഇവർ പറഞ്ഞേക്കുന്നത്. ചെയ്യാനൊക്കെ പ്രയാസമാണ്. ഞങ്ങൾക്ക് അറിയത്തില്ല ഇതുവരെ എന്തായാലും ഇല്ല. അങ്ങനെ അവർ കാണുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവരുടെ ശങ്കം തകരുന്നുണ്ടായിരിക്കും. കാര്യം അത്രത്തോളം പ്രതീക്ഷയ്ക്ക് ഈ ഒരു മകളിൽ വെച്ചിട്ട് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കണം, അങ്ങനെ ഈ ഒരു കുട്ടിക്ക് ആ ഒരു കരിയറിൽ അങ്ങനെ പോകണം, ഇങ്ങനെ പോകണം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുള്ള പേരൻസ് ആയിരിക്കും അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കാണുമ്പോൾ അവരുടെ ചങ്ക് തകരുകൂടെ. ബേബി പ്ലാനിങ് ഉണ്ടെന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം ബേബി പ്ലാനിങ് ഒന്നും ഇപ്പോഴില്ല. ആദ്യം അടുത്തിരിക്കുന്ന ബേബി ഒന്ന് വലുതാവട്ടെ, എന്നിട്ടല്ലേ മറ്റൊരു ബേബിനെ പറ്റിയിട്ട് ആലോചിക്കുന്നത്. അത്രേ ഉള്ളൂടെ. ഇപ്പൊ എന്റെ പഠിത്തം ഇതിനിടയ്ക്ക് ഒരു ബേബിയാണ് ഞങ്ങൾ തിങ്ക് ചെയ്തിട്ടില്ല. ഞങ്ങളിപ്പോ നോർമലി ഞങ്ങൾക്ക് കല്യാണം ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന സാഹചര്യമായിട്ട് പെട്ടെന്ന് കല്യാണം കഴിച്ചു. പെട്ടെന്ന് കല്യാണം കഴിച്ചു എല്ലാവരും വിചാരിച്ചേക്കുന്നത് പെട്ടെന്ന് തന്നെ അടുത്ത് കൊച്ച അങ്ങനെയൊന്നും അല്ല. അതിനെപ്പറ്റിയൊന്നും ഞങ്ങൾ ഇത്ര തിരിച്ചിട്ടില്ല. സ്വന്തം കാലിൽ ഇതുവരെ സെറ്റായി നിന്നിട്ടില്ല. സ്വന്തം കാലിലേക്ക് നിന്നിട്ട് ഒരു കൊച്ചിനെ നോക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാകുമ്പോ അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ട്. പഠിക്കണം, പഠിച്ച് വളരെ ഒരു സ്റ്റാൻഡിൽ നിൽക്കണം, അത് കഴിഞ്ഞിട്ട് ബാക്കി. അതാണ് കൊച്ചിനെ നോക്കാനുള്ള ഒരു കഴിവാകുമ്പോ എന്ന് പറയുമ്പോഴത്തേക്കിന് ആദ്യം ഈ അടുത്തിരിക്കുന്ന കൊച്ചിനെ ആണെങ്കിൽ ഒന്ന് നോക്കി കഴിവിലൊന്ന് മെച്ചപ്പെട്ട് വരട്ടെ, എന്നിട്ടല്ലേ അടുത്തൊരു കൊച്ചിനെ പറ്റിയിട്ട് ആലോചിക്കാൻ പറ്റുള്ളൂ. അവസ്ഥയാണടി അവസ്ഥ. പൂജ കുറച്ചുകൂടി വലുതായി അമലിനെ വേണ്ടായിരുന്നു എന്ന് തോന്നുമോ? ഒരിക്കലുമില്ല. കുറച്ചുകൂടെ വലുതായെന്ന് വെച്ചാൽ എന്ത് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയത്തില്ല. ഇനി കുറച്ച് നാളൂടെ കഴിയുമ്പോൾ ഞാൻ വേറെ പയ്യനെ തപ്പി പോവും എന്നാണ് മൈൻഡ് മാറുന്നൊന്നുമല്ല, ഒരിക്കലും ഇല്ല. നിങ്ങളുടെ അടുത്ത് ചോദിച്ചേക്കുന്ന ഒരു കിഡിലൊരു ചോദ്യമാണ്. നിങ്ങൾക്കത് എത്രത്തോളം അതിന്റെ ആഴങ്ങളിൽ ഇറങ്ങി മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്തുതന്നെയാണെങ്കിലും നിങ്ങൾ തന്നെ അങ്ങനെ ഒരുമിച്ച് പോകാനെ കൊണ്ട് ആ ഒരു ദൃഢനിശ്ചയത്തോടെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം തന്നെ, അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അമലിനെ വേണ്ടെന്ന് എനിക്കും ഒരിക്കലും തോന്നത്തില്ല. കാരണം ഞാൻ ട്രസ്റ്റ് ചെയ്ത് സ്നേഹിച്ചു, എന്നെ അതുപോലെ തിരിച്ച് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്.
എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് ഞാൻ പറയുന്നു. എനിക്കും ഇതുപോലെ ഈ കുട്ടിയും ആ ഒരു അച്ഛൻ്റെ അമ്മയുടെ ഭാഗ്യമായിരുന്നില്ലേ? അതേപോലെ തന്നെ ഈ കുട്ടീനെ അത്രത്തോളം ട്രസ്റ്റ് ചെയ്ത് സ്നേഹിച്ചവരായിരുന്നില്ലേ ആ ഒരു അച്ഛനും അമ്മയും? എന്നിട്ട് ഇവർ രണ്ടുപേരും ഇരുന്ന് പറയുന്നത് ട്രസ്റ്റിനെ പറ്റിയിട്ടും ഭാഗ്യത്തെ പറ്റിയിട്ടും. പൊക്ക കൊടുന്നു കൊച്ചു കളരും കൊച്ചു കളി. ഇപ്പോൾ എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ചാടണ്ടായിരുന്നു തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, എടുത്ത തീരുമാനം കറക്റ്റ് കറക്റ്റ് ഇപ്പൊ ഞാൻ ഈ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ എനിക്ക് +2 കഴിഞ്ഞ് എനിക്ക് മുമ്പോട്ട് പഠിക്കാൻ പറ്റത്തില്ലായിരുന്നു. ബിക്കോസ് അതിനുശേഷം എന്റെ മാരേജ് ഇങ്ങനെ എന്നെ വേറൊരാളായിട്ട് മാരേജ് ചെയ്യിപ്പിക്കാൻ വീട്ടിൽ ചെറിയ പ്ലാൻ ഉണ്ട്. ഞാൻ അത് അറിഞ്ഞില്ലായിരുന്നു. എല്ലാം ആദ്യം ഞാൻ അറിഞ്ഞില്ല, പിന്നീടാണ് ഞാൻ അറിയുന്നത്. അപ്പോഴാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു ഡിസിഷൻ ഞങ്ങൾ പെട്ടെന്ന് എടുത്തത്. ഇവര് ജീവിച്ചു പോകും. സീരിയസ്ലി ഞാൻ പറയുന്നത്, ഇവർ അടിപൊളിയായിട്ട് ഈ ആര് ജീവിച്ചില്ല ഈ പെൺകുട്ടി ജീവിച്ച് അടിപൊളിയായിട്ട് പോകും. രാഷ്ട്രീയത്തിലും നിങ്ങളൊരു കൈ വെക്കേണ്ടത് തന്നെയാണ്. കാര്യം നിങ്ങൾക്ക് അവിടെയും വലിയ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ശോഭിക്കാൻ പറ്റുന്നതായിരിക്കും സുഹൃത്തുക്കളെ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് നിങ്ങളൊരു ഇന്റർവ്യൂ കൊടുക്കുന്ന ടൈമിൽ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വീട്ടിൽ അമ്മ ഇതുപോലെ അല്ലെങ്കിൽ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ ഇതുപോലെ +2 കഴിഞ്ഞിട്ട് പുറത്തോട്ട് വിദേശത്തോട്ട് പഠിക്കാൻ വിടുകയാണെന്നുള്ള തീരുമാനമായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പൊ പറയുന്നു അന്ന് ഈ പറയുന്ന മറ്റൊരു വിവാഹത്തിന്റെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എന്നിട്ട് ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവർ പോയി ഇത്രയും ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനൊരു കാര്യം പറയുന്നത് മറ്റൊരു വിവാഹം ചെയ്യിപ്പിക്കാനൊക്കെ കൊണ്ട് പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. എല്ലാ അച്ഛനമ്മമാർക്കും ഈ പ്ലാൻ ഉണ്ടാവൂലേ? സ്വന്തം മകളെ അവിടെ കല്യാണം കഴിപ്പിച്ചു വിടണം എന്നൊക്കെയുള്ള പ്ലാൻ ഉണ്ടായിരിക്കും, എല്ലാ അച്ഛനമ്മമാർക്കും ഉണ്ടായിരിക്കും. അപ്പം ആ രീതിയിൽ +2 കഴിഞ്ഞ ഉടനെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന ഒരു പരിപാടിയല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. നേരെ +2 കഴിഞ്ഞ് നേരെ കല്യാണം കഴിപ്പിച്ച് വിടാനെ കൊണ്ട് പേരൻസ് ആ കുട്ടിയുടെ കൂടെ സമ്മതം വാങ്ങണ്ടേ? ഒരിക്കലും നമ്മൾ അതിനെ എന്റർടൈൻ ഒന്നും കാര്യങ്ങളൊന്നും ചെയ്യൂല. അപ്പം ഇത്രയും കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ കാര്യത്തിനെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ദൃഢപ്പെടുത്തണല്ലോ. ഇവരെടുത്തേക്കുന്ന തീരുമാനം ശരിയാണെന്ന് ആൾക്കാരെ ബോധിപ്പിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് അച്ഛനമ്മ വേറൊരു കല്യാണം ചെയ്യിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ പൊന്നടാവേ അംബീഷൻ എനിക്ക് അംബീഷൻ ചോദിച്ചത് ഞാൻ ആദ്യമത്തെ ഇന്റർവ്യൂവിൽ ഡോക്ടർ എന്ന് പറഞ്ഞായിരുന്നു. കാരണം പെട്ടെന്ന് എന്നോട് അവർ ചോദിച്ചപ്പോൾ എനിക്ക് എന്തോ പറയണമെന്ന് അറിയാത്തത് ഞാൻ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞു. അതിന്റെ പേര് കുറെ പേര് ട്രോളിയായിരുന്നു. ഡോക്ടർ ഒന്നും അല്ല അംബീഷൻ. ഞാൻ ഇതുവരെ അംബീഷനെ പറ്റി ചിന്തിച്ചിട്ടില്ല. പിന്നെ ഇപ്പൊ ഒരു ചെറിയൊരു പ്ലാനിങ് ഒക്കെ ഉണ്ട്. +2 കഴിയുമ്പോൾ CS എടുക്കണം എന്നൊക്കെ ഞാൻ CS എടുക്കണം എന്ന് അന്നത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലായി മിനിമം +2 എങ്കിലും പാസ്സായാലേ ഈ പറയുന്ന ഡോക്ടർ ആവാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ പിന്നെ നേരെ ആ ഒരു അംബീഷൻ അങ്ങ് നേരെ ഡ്രോപ്പ് ചെയ്ത്. അതിനോട് ഞാൻ പറഞ്ഞിട്ടില്ല. അതിനൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. CS എപ്പോ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ? കുറച്ചു മുന്നേ ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നീ എപ്പോ എടുത്ത് ഈ പ്ലാൻ? എന്റെ അടുത്ത് പറഞ്ഞില്ലെന്ന്. +2 കഴിയട്ടെ, +2 പാസ്സായിട്ട് ഇറങ്ങട്ടെ, അപ്പൊ ഇതിനെ പറ്റിയൊക്കെ ചിന്തിക്കും. അതെ, +2 ആദ്യം പാസ്സായതിനു ശേഷം അംബീഷനെ പറ്റിയിട്ട് ചിന്തിക്കാമെന്നുള്ളൊരു തീരുമാനമെടുത്ത ഇതേ പെൺകുട്ടി തന്നെയാണ് +2 പാസ്സാവുന്നതിന് മുന്നേ തന്നെ മറ്റൊരു ജീവിതം തുടങ്ങാമെന്നുള്ള തീരുമാനത്തോടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ നമ്മൾ കാണാതെ പോലും കൊച്ചു കുട്ടികൾ ഇതൊക്കെ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആണ് കേട്ടോ. പൂജയുടെ അമ്മയുടെ സങ്കടം മനസ്സിലാക്കാൻ സഹർത്തെ പന്നി മോന്റെ തിരഞ്ചു രൂപയ്ക്കുമല്ലോ. പൂജയുടെ അമ്മയുടെ സങ്കടം മനസ്സിലാക്കണമെങ്കിൽ കുട്ടി പ്രായം എത്തണം. ഹോ, അങ്ങനെ ഒപ്പിച്ചെടുത്തു. രണ്ടുപേരുടെ ശരിക്കൊന്ന് വിയർത്തായിരുന്നു കേട്ടോ. സാരമില്ല, പോട്ടെ, നമുക്ക് ബാക്കി കൂടെ കേൾക്കാം. ചേച്ചി പറഞ്ഞത് കറക്റ്റാ. കാരണം ഒരു അമ്മയുടെ സ്ഥാനത്ത് ഇന്നലെ നമുക്ക് മനസ്സിലാക്കാം. എനിക്ക് എന്റെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ പറ്റില്ല. സ്പോയിൽ ചെയ്യാനോ? എന്തോന്ന് സ്പോയിൽ ചെയ്യാൻ? ചുമ്മാ വെറുതെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കണമെന്ന് പറഞ്ഞാണ് ഇവര് ലൈഫ് സ്പോയിലെന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റേ അങ്ങനെ ഒരു കല്യാണം കഴിപ്പിച്ച് കൊടുക്കാനാണെങ്കിൽ തന്നെ നിങ്ങൾ ഒരൊറ്റ കാര്യം ആലോചിക്കുക. ഞാൻ മുമ്പ് ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഇതുപോലെ അവൾക്ക് താല്പര്യമില്ലാത്തൊരു കല്യാണം ഉറപ്പിച്ച് വീട്ടുകാർ സെറ്റ് ചെയ്യാൻ നിന്നപ്പോഴത്തേക്കിന് ഇവള് വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ട് വീട്ടുകാർ കേട്ടില്ല. ഇവള് നേരെ എന്ത് ചെയ്തു? പന്തളത്ത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നേരെ പോയിട്ട് കംപ്ലൈന്റ് അങ്ങ് കൊടുത്തു. പോലീസുകാർ അച്ഛനെ അമ്മയെ സ്റ്റേഷനിൽ വിളിപ്പിച്ചു. ഇവളുടെ സമ്മതം ഇല്ലാതെ കല്യാണം കഴിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അവരുടെ അച്ഛനും അമ്മയാണെങ്കിൽ കല്യാണത്തെ പറ്റിയിട്ട് ഒരു അക്ഷരം പോലും ഉണ്ടാറില്ല. കാര്യം അത് അവളുടെ ചോയ്സാണ് എപ്പോൾ കല്യാണം കഴിക്കണം വേണ്ടെന്നുള്ളത്. അതും ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പം ഇവരുടെ കാര്യത്തിലാണെങ്കിൽ ലൈഫിൽ സ്പോയിലായി പോകുന്നുള്ള രീതിയിൽ. എന്തോന്ന് സ്പോയില്? വേറെ പഠിപ്പിക്കാൻ വേണമെന്ന് പറഞ്ഞ സ്പോയിൽ എന്ന് പറഞ്ഞത്. പോയ ഇവിടുന്ന് ചുമ്മാ ഇവിടെ സിഗ്മ അടിച്ചെടുക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സഹിക്കൂല മക്കളെ. അതെന്തെങ്കിലും ഒക്കെ ആട്ടെ. എന്താണെങ്കിലും ഈ ഒരു വീഡിയോസ് ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കിന് ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും വളരെ സന്തോഷമാവുന്നതായിരിക്കും. കാര്യം മറ്റൊന്നുമല്ല, കാര്യം എൻ്റെ ലൈഫ് സ്പോയിലാവുന്ന സിറ്റുവേഷനിൽ വരെയാണ് അത്ര എത്തിയതിൻ്റെ പേരിലാണ് അങ്ങനെ ഒളിച്ചോടി പോയെന്നൊക്കെയല്ലേ പറയുന്നത്. ഇതൊക്കെ കാണുമ്പോഴത്തേക്കിന് ആ അച്ഛനും അമ്മയ്ക്ക് എത്രത്തോളം വേദന ഉണ്ടാക്കും. ആ കുട്ടിക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണമെന്ന് വിചാരിച്ച് വിദേശത്ത് വിട്ട് പഠിപ്പിക്കണമെന്ന് വിചാരിച്ചാണ് അവർ ചെയ്തിരിക്കുന്ന തെറ്റ്.
ഇനി നിങ്ങളുടെ അടുത്താണെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യം ചില കുട്ടികളാണെങ്കിൽ വലിയ ആൾക്കാരാണെങ്കിൽ അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അവരുടെ വീഡിയോസിന് അല്ലെങ്കിൽ അവരുടെ ചാനലിനൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കാരണം അവരുടെ വരുമാന മാർഗ്ഗമാണ്. പക്ഷേ അവർ ചെയ്തേക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട്. +2 പാസ്സാവുന്നതിന് മുന്നേ +1 പഠിക്കുമ്പോൾ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചിരിക്കുന്ന ഈ കാര്യത്തെ ആരും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, എന്റർടൈൻ ചെയ്യാൻ പാടില്ല. പിന്നെ ഈ വീഡിയോസ് കാണുന്ന അല്ലെങ്കിൽ ഇവരെ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള പല ആൾക്കാരും ഉണ്ടായിരിക്കും. കുഞ്ഞുമക്കളെ ഒരു കാര്യം പറയട്ടെ, മിനിമം +2 എങ്കിലും കഴിയാതെ ഇങ്ങനെ ഈ പരിപാടി കാണിക്കാനെ കൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് നിൽക്കരുത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഓക്കെ +2 കഴിഞ്ഞിട്ട് നേരെ പോയി കല്യാണം കഴിക്കാന്നുള്ളത്. അങ്ങനെ നിങ്ങൾ കല്യാണം കഴിക്കാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, നമ്മൾ ജീവിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ അല്ലേ. ഇപ്പോൾ ഒരു +2 കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഈ ലോകത്തെ പറ്റിയിട്ട് എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു തുടങ്ങുന്നത്. അതുവരെ നമ്മൾ എന്താ ചെയ്യുന്നത്, +2 വരെ ഒരു സ്കൂളിൽ പാഠപുസ്തകത്തിന്റെ മുന്നിൽ ഇങ്ങനെ അങ്ങ് നമ്മളെ ഇരുത്തിയേക്കും. ചുറ്റും നടക്കുന്ന എന്താണെന്ന് പോലും അറിയാത്ത വെറും മെഷീൻസ് ആയിട്ട് അല്ലേ. ആ ഒരു സമയത്ത് ഇപ്പോഴും കുറേ ആൾക്കാർക്ക് ഒരു ചേഞ്ച് വന്നേക്കുന്നത് ഈ സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ ഫോണിൻ്റെ ഒക്കെ ഉപയോഗം കൊണ്ടാണ് കുറച്ചെങ്കിലും ചേഞ്ചസ് വന്നിട്ടുള്ളത്. പക്ഷെ അതല്ലാതെ +2 കഴിഞ്ഞിട്ടാണ് നമ്മൾ ലോകത്തെ പറ്റിയിട്ട് ചെറിയ രീതിയിലെങ്കിലും അങ്ങ് നിങ്ങൾക്ക് അറിഞ്ഞു തുടങ്ങുന്നത്. പിന്നെ ഈ സോഷ്യൽ മീഡിയ എന്നുള്ള അറിവല്ലാതെ നമ്മുടെ ജീവിതത്തിൽ കുറേ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈമിൽ ഉണ്ടാവും. അപ്പോൾ ചെറിയ പ്രായത്തിലേക്ക് കല്യാണം കഴിച്ചിട്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്കിന് പല ആൾക്കാരും പറഞ്ഞു തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇത്ര നേരത്തെ ആ ഒരു ഡിസിഷൻ എടുക്കണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പല ആൾക്കാരും തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചിട്ട് അടിപൊളിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീഡിയോസ് കാണുന്ന നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര ചെറുപ്പത്തിലേ കല്യാണം കഴിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ അച്ഛനും അമ്മയുടെ സമ്മതത്തോടു കൂടി തന്നെ ഒരു കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യുക. അതല്ല നമ്മൾ ഈ സിനിമയ്ക്കകത്ത് കാണുന്ന പോലെ ചാക്കോമാഷിന്റെ കൂട്ടത്തെ പേരൻസ് ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാത്ത പേരൻസ് ആണെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ദയവ് ചെയ്ത് വിഷമിപ്പിക്കാതിരിക്കുക. അവരുടെ സമ്മതത്തോടു കൂടി തന്നെ കല്യാണം കഴിക്കുന്നതായിരിക്കും എന്നും നല്ലതായിട്ടുള്ളൊരു കാര്യം തന്നെ. എന്തായാലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.